ഇനി 14ാമത്തെ ഭാഗത്ത് വരുന്നത് പിറ്റേന്ന് ഭാസ്കരൻ സാറ് ചായക്കടയിൽ ഇരിക്കുമ്പോൾ സൈക്കിളിൽ മോഹൻ വന്നത്. അപ്പോൾ അവൻ്റെ നെറ്റിയിലൊരു ഒരു പാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തലേദിവസമൊക്കെ സാറിങ്ങനെ അടിച്ചപ്പോൾ ആ ചൂരലിൻ്റെ അറ്റമൊക്കെ പൊട്ടി വന്ന് നേരുടെ നെറ്റിയുടെ ഒരു ഭാഗത്തൊക്കെ കൊണ്ട കാര്യമൊക്കെയാണ്. അപ്പം അങ്ങനെയാണ് ആ ഒരു ചെറിയൊരു പാടൊക്കെ നെറ്റിയിൽ വന്നത്. അപ്പം ഈ മോഹൻ നമ്മുടെ സാറിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ചെയ്യുന്നത്, സാധാരണ സാറന്മാർ പിള്ളേരെ രക്ഷപ്പെടുത്തുകയെന്ന്, താൻ എന്നെ തുലയ്ക്കുകയാണ് ചെയ്തതെന്നൊക്കെ സാറിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഈ മോഹനെ സാറ് കാണുന്നത് 13 കൊല്ലത്തിന് ശേഷമാണ്. അപ്പോൾ രാത്രി കാണുക, അതായത് നമ്മുടെ ഈ ഭാസ്കര മാഷിൻ്റെ മുറ്റത്തൊരു ചന്ദനമരമൊക്കെ നിൽപ്പില്ലേ. അപ്പം മോഹൻ നല്ലൊരു ചന്ദനമൊക്കെ മോഷ്ടിക്കുന്ന ഒരു കള്ളനിലേക്കുള്ള ഒരു പരിണാമമൊക്കെ നമ്മുടെ മോഹനെ വന്നു തുടങ്ങി. അപ്പോൾ മോഹൻ പഠിത്തം നിർത്തിയ സംഭവത്തിന് ശേഷം 4-5 കൊല്ലം കഴിഞ്ഞ് ഒരു ദിവസം ഭാസ്കരൻ മാഷ് അബ്ദുറഹ്മാൻ്റെ ചായക്കടയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഭാസ്കരൻ മാഷ് റിട്ടയർ ആയിരുന്നു. ഇപ്പം പഴയ ഇക്രൂരനിൽ നിന്ന് തൂവെള്ള ഭാസ്കരനിലേക്കുള്ള പരിണാമം വന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു റിട്ടയറൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഭാസ്കര മാഷിൻ്റെ ഭാര്യ പാമ്പുകടി ഏറ്റു മരിക്കുന്നു. പിന്നെ ഒരു ജീവിതത്തിലൊരു ഒറ്റപ്പെടൽ, പിന്നെ പതിയെ ഒരു പൊതുപ്രവർത്തനത്തിലേക്കൊക്കെ നമ്മുടെ ഭാസ്കര മാഷ് കടന്നു വരുന്നു. അപ്പം ചിലരൊക്കെ പറയുന്നുണ്ട് പണ്ട് പിള്ളേരെ അടിച്ചതിൻ്റെയൊക്കെ ശാപമാണ് ഇപ്പം എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. അപ്പം അതിനുശേഷം നമ്മൾ കാണുന്നത് മറയൂർ കോടതിയുടെ പരിസരമാണ്. അപ്പോൾ അവിടെ നമ്മുടെ ജഡ്ജി ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ദൂരെയായിട്ട് നമ്മുടെ മോഹന് ഒരു മരത്തിൽ ചാരി നിൽപ്പുണ്ട്. അപ്പം ഒരു ജീവനക്കാരൻ ജഡ്ജിയോട് പറയുന്ന ആ മരത്തിൽ ചാരി നിൽക്കുന്ന ആളാണ് മോഹൻ എന്ന്, അതായത് സാൻഡൽ മോഹൻ എന്ന് പറയുന്നു. അതായത് എന്ത് സംഭവം കണ്ടാലും അന്നേരം എത്ര ചന്ദനമായാലും അത് മോഷ്ടിക്കാനായിട്ട് വിദഗ്ധനായ ആളായിട്ട് നമ്മുടെ മോഹൻ മാറിയിരിക്കുന്നു. അപ്പോൾ മജിസ്ട്രേറ്റ് മോഹനോട് വരാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ നീന്തരിപടികൾ അവിടെ നിൽക്കുന്ന ചന്ദനം മോഷ്ടിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടേ തമ്പുരാനെ കോടതിക്ക് മുമ്പിലിരിക്കുന്ന ചന്ദനം മോഷ്ടിക്കാനൊന്നും ഞാൻ ആളല്ല എന്നുള്ള രീതിയിൽ പറയുന്നു. പക്ഷേ നമ്മൾ അവസാനം കാണുന്നത് ഈ മോഹന് അതിവിദഗ്ധമായിട്ട് ആ ചന്ദനമരം അവിടുന്ന് ആ കോടതി വളപ്പിൽ നിന്ന് കടത്തിക്കൊണ്ട് പോകുന്നതാണ്. പക്ഷേ ഈ കോടതി അത് കടത്തിക്കൊണ്ട് പോകുന്ന നല്ലൊരു മോഹനൊരു ജീപ്പുണ്ട്. ആ ജീപ്പ് ഒരു മരത്തിൽ ഇടിച്ച് നിർത്തുന്നു. എന്നിട്ട് അതിൻ്റെ ഈ ആക്സിലറേറ്റർ ഇങ്ങനെ ഇറപ്പിച്ച് നിർത്തുക. അപ്പോൾ ശബ്ദം ഉണ്ടെങ്കിൽ കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ചന്ദനമരത്തിന് ജഡ്ജി ഈ മജിസ്ട്രേറ്റ് 2 കാവൽക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മരത്തിൽ ഇങ്ങനെ ഈ മോഹൻ്റെ ജീപ്പ് ഇടിച്ച് നിന്നപ്പോൾ ഈ കാവൽ നിന്ന് അവരെ അങ്ങോട്ട് എന്തോ അപകടം നടന്നു എന്ന് കരുതി അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ചെന്നപ്പം അതിൻ്റെ അകത്ത് ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഡ്രൈവർ കൊക്കയിലേക്ക് വീണുപോയി എന്ന് കരുതി അവരെല്ലാം അങ്ങോട്ട് നോക്കുന്നു. അങ്ങോട്ട് തപ്പിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ മോഹന് അതിവിദഗ്ധമായിട്ട് ഈ ചന്ദനമരം വെട്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. പാറാവുകാർ തിരിച്ചു വന്നപ്പോൾ ചന്ദനമരത്തിൻ്റെ തടിയില്ല. അപ്പോൾ 2 വശത്തേക്കും ഈ മരത്തിൻ്റെ മുകൾ ഭാഗം 2 ഭാഗത്തേക്കും കമ്പി വെച്ച് കെട്ടിയിരുന്നു. അപ്പോൾ ദൂരെ നോക്കുമ്പോൾ അവിടെ മരം ഉള്ളതായിട്ട് കാണുന്നത്. അപ്പം ആ ഒരു മരത്തിൻ്റെ തടി മാത്രം അവിടെ ഇല്ലായിരുന്നു. അതിവിദഗ്ധമായിട്ട് ഈ ചന്ദനമരത്തിൻ്റെ തടി മോഹൻ കടത്തിക്കൊണ്ട് പോകുന്നതാണ് കാണുന്നത്, ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ അത്ര വിദഗ്ധമായിട്ട് ചന്ദനമരത്തെ മോഷ്ടിച്ച ആളാണ് നമ്മുടെ ഈ മോഹന്. അപ്പം ഈ മജിസ്ട്രേറ്റ് മോഹനോട് പറയുന്നുണ്ട്, നീ അത് വിദഗ്ധമായിട്ട് ഇവിടുന്ന് കോടതിയുടെ പരിസരത്തു നിന്ന് തന്നെ അത് വിദഗ്ധമായിട്ട് നമ്മുടെ ഈ മോഹന് ചന്ദനമരം കടത്തുന്നതാണ് 14ാം ഭാഗത്ത് നമ്മൾ കാണുന്നത്.